ഇനി വായിച്ചു നോക്ക്. അവനായി എന്തിനിവിടെ വന്നു എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. അവൻ അത്രയ്ക്ക് വലിയവനായി, അവനോടൊന്ന് മുട്ടാൻ പോലും ആരും തയ്യാറായില്ലല്ലേ? റോങ് അങ്ങനെയൊന്നും എഴുതരുത്. അവൻ ഡയറക്റ്റ് ആയി ഫീൽഡിൽ വന്നവനാ, ഒറ്റയ്ക്ക്. അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. Ronaldo is crying in his car. But World Cup, it's a dream. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചുകൊള്ളാമെന്ന് ജീവത്യാഗം ചെയ്യാൻ മടിക്കില്ല എന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? KGF നിന്ന് ലഭിക്കുന്ന സ്വർണത്തിന് നല്ല വില കിട്ടുമായിരുന്നു. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പോലുമാകാത്തത്ര ഉയരത്തിൽ എത്തിച്ചേർന്നു. തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കുവാനായി സൂര്യവർദ്ധൻ 3 സുരക്ഷിത വലയങ്ങൾ തീർത്തു. ഒരു വലിയ ചുറ്റുമതിൽ, അതിന് വലിയൊരു വാതിൽ, അതിന് രണ്ടിനെയും സംരക്ഷിക്കാനായി നിർദ്ദയനായ ഒരു സൈന്യാധിപൻ, വാനരം. ആ സ്ഥലത്തിന് നറാച്ചി എന്ന് പേരിട്ടു. പക്ഷെ ഒരു വലിയ തടസ്സം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. റോക്കി. ഏതെങ്കിലും 10 പേരെ തള്ളി ഡോണായവനല്ല ഞാൻ തള്ളിയ 10 പേരും ഡോണുകൾ. റോക്കിയുടെ പേര് ബോംബെയിൽ മാത്രമല്ല, എല്ലായിടത്തും പാട്ടാ. ആനയ്ക്ക് വാരിക്കുഴി ഒരുക്കാൻ പറ്റിയ ഒരുത്തനെ ഞങ്ങൾ ബോംബെയിൽ കണ്ടു. വരുന്നവൻ ആരാണ്? മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. നറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു.